നമസ്കാരം. നിങ്ങൾ കയ്യിൽ ആമമോതിരം അണിയാറുണ്ടോ? അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഒരു ആമമോതിരം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഒരു ആമമോതിരം ധരിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അത് ശരിയായ രീതിയിലല്ല അണിയുന്നതെങ്കിൽ ഉദ്ദേശിച്ച ഫലത്തിന് പകരം ദോഷമായിരിക്കും ഫലം. എന്താണ് ആമമോതിരത്തിൻ്റെ യഥാർത്ഥ രഹസ്യം? അത് എങ്ങനെ ധരിക്കണം? ഏതൊക്കെ നാളുകാർക്കാണ് ഇത് ഏറ്റവും അനുയോജ്യം? വാസ്തുവും ജ്യോതിഷവും ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. എന്താണ് ആമമോതിരം? ആദ്യം തന്നെ എന്താണ് ആമമോതിരം എന്ന് മനസ്സിലാക്കാം. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമാവതാരം, അല്ലെങ്കിൽ ആമയുടെ രൂപം. പാലാഴി മദന സമയത്ത് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്താൻ ഭഗവാൻ സ്വീകരിച്ചത് ഈ രൂപമാണ്. ഈ പാലാഴി മദനത്തിൽ നിന്നാണ് ഐശ്വര്യത്തിൻ്റെ ദേവിയായ ലക്ഷ്മി ദേവിയും ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആമ എന്നത് വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ഒരുമിപ്പുള്ള ഒരു പ്രതീകമാണ്. അതിനാൽ തന്നെയാണ് വാസ്തുശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ആമമോതിരത്തിന് ഇത്രയും അധികം പ്രാധാന്യം നൽകുന്നത്. ഇനി ഇതുകൊണ്ട് നമുക്കുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, സാമ്പത്തിക വർധനവ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ വീട്ടിലെ കടബാധ്യതകൾ മാറാനും തടസ്സപ്പെട്ട് കിടക്കുന്ന പണം തിരികെ ലഭിക്കാനും ഇത് സഹായിക്കും. രണ്ടാമതായി, പോസിറ്റീവ് ഊർജം. ആമ എന്നത് ക്ഷമയുടെയും സ്ഥിരതയുടെയും പ്രതീകമാണ്. ഇത് ധരിക്കുന്നത് മനസ്സിന് ശാന്തത നൽകാനും ചുറ്റുമുള്ള നിഷേധാത്മക ഊർജങ്ങളെ അകറ്റാനും സഹായിക്കുന്നു. മൂന്നാമതായി, കരിയറിലെ വളർച്ച. ബിസിനസ്സിലും ജോലിയുടെ കാര്യത്തിലും സ്ഥിരത കൊണ്ടുവരാൻ ഇത് സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കൂട്ടാനും ഇത് വളരെ നല്ലതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഇത് എങ്ങനെ എന്ന്. ഏത് വിരലിൽ ധരിക്കണം? ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും തെറ്റുപറ്റുന്നത്. ആമമോതിരം എപ്പോഴും വെള്ളിയിലാണ് ഉണ്ടാക്കേണ്ടത്. സ്വർണത്തിലും ധരിക്കാമെങ്കിലും വെള്ളി ലോഹമാണ് ഏറ്റവും അനുയോജ്യം. വലതു കൈയിലോ ചൂണ്ടുവിരലിലോ അല്ലെങ്കിൽ നടുവിരലിലോ മാത്രമേ ഇത് ധരിക്കാൻ പാടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ്, തലയുടെ ദിശ. മോതിരം അണിയുമ്പോൾ ആമയുടെ തല നിങ്ങളുടെ ശരീരത്തിന് അഭിമുഖമായി ആയിരിക്കണം. ആമയുടെ തല പുറത്തേക്ക്, അതായത് മറ്റുള്ളവരുടെ നേർക്ക് തിരിഞ്ഞു നിന്നാൽ ധനവും ഊർജവും നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോകും. തല നിങ്ങളുടെ നേർക്ക് വരുമ്പോൾ മാത്രമാണ് ഐശ്വര്യം നിങ്ങളിലേക്ക് എത്തുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ് ഇതണിയാൻ ഏറ്റവും ഉത്തമം. വെള്ളിയാഴ്ച രാവിലെ കുറച്ചു സമയം പശുവിൻ പാലിലോ ഗംഗാജലത്തിലോ മോതിരം മുക്കി വെച്ച് ശുദ്ധീകരിച്ച ശേഷം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു വേണം അണിയാൻ. ശ്രദ്ധിക്കുക, അണിഞ്ഞു കഴിഞ്ഞാൽ മോതിരം വിരലിലിട്ട് വെറുതെ തിരിക്കാനോ കളിക്കാനോ പാടില്ല. തലയുടെ ദിശ എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. ഏതൊക്കെ രാശിക്കാർക്ക് അണിയാം? പൊതുവെ ആമമോതിരം എല്ലാവർക്കും അണിയാമെങ്കിലും ജ്യോതിഷപ്രകാരം ജലരാശികളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രാശിക്കാർക്കും ഇത് കൂടുതൽ ഫലം തരും. പ്രത്യേകിച്ച് ഇടവം, കർക്കിടകം, കന്നി, തുലാം, മകരം എന്നീ രാശിക്കാർക്ക് ഇത് വളരെ മികച്ച ഫലങ്ങൾ നൽകുന്നു. അപ്പോൾ നിങ്ങൾ ആമമോതിരം ധരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പരിശോധിക്കൂ, ആമയുടെ തല ശരിയായ ദിശയിലാണോ നിൽക്കുന്നതെന്ന്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള വാസ്തു ജ്യോതിഷ അറിവുകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.